ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാൾ ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം. നിങ്ങൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ്ലി ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആളാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ കോൺട്രവേഴ്സീസ് ആണ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് എന്ന് അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സായി പല്ലവിയുടെ ഒരു ബിക്കിനി കോൺട്രവേഴ്സിയെ പറ്റി നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾ അങ്ങനെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഗുഡ്, വെരി ഗുഡ്, ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഫോർ. സോ ഈ കോൺട്രവേഴ്സിയുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ സായി പല്ലവി ഇല്ല, അവിടെ തൊട്ടല്ല. ശരിക്കും ഈ കോൺട്രവേഴ്സിയുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് സായി പല്ലവി ആക്ച്വലി സീത എന്ന് പറയുന്ന ക്യാരക്ടർ രാമായൺ എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സായി പല്ലവിയാണ് ഇതിലെ ലീഡ് ആക്ട്രസ് എന്ന് വെളിയിൽ അറിഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ടാണ് സായി പല്ലവിയെ സംബന്ധിച്ചുള്ള കോൺട്രവേഴ്സീസ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ, സായി പല്ലവിയുടെ സിസ്റ്റർ ഓസ്ട്രേലിയയിലാണ്. പുള്ളിക്കാരിയുടെ ഗ്രാജുവേഷൻ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. സായി പല്ലവിയുടെ അനിയത്തിയും ഇപ്പൊ ഓസ്ട്രേലിയയിലാണുള്ളത്. അപ്പൊ അവിടെ വെച്ചിട്ടുള്ള സായി പല്ലവിയുടെ അനിയത്തിന്റെയും കൂടെ കുറച്ച് ഫോട്ടോസ് സായി പല്ലവിയുടെ സിസ്റ്ററിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. കുറച്ചധികം ഫോട്ടോസ് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതൊക്കെയാണ് ആ ഫോട്ടോസ്. സോ ഈ ഫോട്ടോസിൽ സായി പല്ലവിയുടെ സിസ്റ്റർ ആക്ച്വലി ഒരു ബീച്ച് വെയർ, അതായത് ബിക്കിനിയാണ് ഇട്ടിരിക്കുന്നത്. സോ ഇതില് സായി പല്ലവിയുടെ ആക്ച്വലി ഹെഡ് ഭാഗം മാത്രമേ ഉള്ളൂ. സായി പല്ലവി ഇതിൽ ബിക്കിനാണോ ഇട്ടിരിക്കുന്നത്, വൺ പീസ് ആണോ ഇട്ടിരിക്കുന്നത്, എന്താണ് ഇട്ടിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല, ബിക്കോസ് അതിന്റെ പിക്ചേഴ്സ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. ബട്ട് ഈ പിക്ചർ വന്നപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, സായി പല്ലവി ബിക്കിനി ഇട്ടു, എവിടെ ട്രഡീഷണൽ അമ്മ എന്നും ചോദിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി. സായി പല്ലവിയുടെ ഫുൾ ഡ്രസ് എങ്ങനെയായിരിക്കും എന്ന് അറിയാത്തത് കൊണ്ട് കുറെ ആൾക്കാർ ഇതിന്റെ ഇമേജസ് ജനറേറ്റ് ചെയ്ത് സായി പല്ലവി ബിക്കിനി ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോസ്, ഫേക്ക് ജനറേറ്റഡ് ഫോട്ടോസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതിൽ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ, സായി പല്ലവി ഇതിൽ ബിക്കിനി ആണോ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്, ഇനി ബിക്കിനി ആണോ അല്ലയോ എന്നുള്ള കൺഫർമേഷൻ ആർക്കും അറിയില്ല. ആക്ച്വലി നമുക്കത് അറിയേണ്ട കാര്യമില്ല, ബിക്കോസ് അത് ഒരാളുടെ പ്രൈവറ്റ് മാറ്ററാണ്. അവരൊരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നെങ്കിൽ പോലും, ഇപ്പോൾ സായി പല്ലവി ബിക്കിനിയാണ് ഇട്ടതെന്ന് പറഞ്ഞിട്ട് നാളെ എന്റെ ഫുൾ ഫോട്ടോ ഷെയർ ചെയ്താൽ പോലും അതിനെ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. ഇറ്റ്സ് ഹെർ പ്രൈവറ്റ് തിങ്. അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ നാട്ടിലെ പലർക്കും ഇല്ല. അതുകൊണ്ടാണ് ഇതിന് അഗൈൻസ്റ്റ് ഇത്ര ഹേറ്റ് വരുന്നത്. സോ സായി പല്ലവിയുടെ സിസ്റ്റർ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീലിന് താഴെ ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ കണ്ടാൽ ഈ പറഞ്ഞവരൊക്കെ മുഖത്തൊരു അടി കൊടുക്കുന്ന പോലൊരു ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു ടെമ്പിളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചേർച്ചിൽ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ആരും അവിടെ ബിക്കിനി ഇട്ടുകൊണ്ട് കയറുന്നത്. ബിക്കോസ് ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ള ബോധം അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആരും ബിക്കിനി ഇടാറില്ല, ബിക്കോസ് ആ സ്ഥലത്ത് അത് അപ്രോപ്രിയേറ്റ് അല്ലെന്ന് എല്ലാവരും പറയാം. പക്ഷെ ഒരു ബീച്ച് എന്ന് വരുമ്പോഴത്തേക്ക് എന്താണ് ഒരു ബീച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്? ഈ കമന്റ്സ് ഇടുന്നവരാരെങ്കിലും ഏതെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിസോർട്ടിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു വാട്ടർ തീം പാർക്കിൽ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാ ഡ്രസ്സും അലൗഡ് ആണോ? അലൗഡ് അല്ല. ഇപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് വണ്ടർലയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ വണ്ടർലയിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് നൈലോൺ ക്ലോത്ത്സ്, അങ്ങനത്തെ ക്ലോത്ത്സ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അതായത് സർട്ടൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ക്ലോത്ത്സ് അവിടെ അലൗഡ് അല്ല. നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സാരിയോ നിങ്ങളുടെ നോർമൽ ക്ലോത്ത്സോ ഇട്ടിട്ട് ആ റിസോർട്ടിന്റെ ഒഫീഷ്യൽസ് നിങ്ങളെ ആ പൂളിൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ പൂൾ വെയർ ഇട്ടുകൊണ്ട് വരാനാണ് അവർ പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഫോർ യുവർ സേഫ്റ്റി. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇനി ആൾക്കാർക്ക് എന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. കുറെ കൂടെ ഞങ്ങൾ വിവരമുള്ളവരാണ്, ഞങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത് സായി പല്ലവിയുടെ PR സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സായി പല്ലവി അവളുടെ PR-ഉം, അതായത് സൊസൈറ്റിയുടെ മുമ്പിൽ അമ്മ വെരി ട്രഡീഷണൽ വുമൺ, ഞാൻ സാരി മാത്രമേ എടുക്കാറുള്ളൂ എന്നൊരു ഇമേജ് സെറ്റ് ചെയ്തിട്ട്, ബട്ട് ഷീ ഈസ് നോട്ട് ആക്ച്വലി ദാറ്റ്. അതിനെയാണ് ഞങ്ങൾ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അതിനെയാണ് ഞങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. സായി പല്ലവിയുടെ ഒരുപാട് ഇന്റർവ്യൂസ് കേട്ടിട്ടുള്ള, ഒരുപാട് ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് എനിക്ക് സിനിമകളിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല, ബാക്കി ആരും ഇടുന്നതിന് എനിക്കൊരു പ്രശ്നമല്ല, ഐ എം നോട്ട് അഗൈൻസ്റ്റ്, ബട്ട് എനിക്കിത് കംഫർട്ടബിൾ അല്ല, ഞാൻ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? സായി പല്ലവി ഇപ്പൊ ചെയ്യാൻ പോകുന്ന റോളും സീത എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ റോളും ഈ ബിക്കിനി ഇട്ടതും കൂടാണ് ആൾക്കാർ കണക്ട് ചെയ്യുന്നത്. സോ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന്റെ എല്ലാ വാല്യൂസും അവർ ചെയ്യുന്നത് പോലെ തന്നെ, അതായത് സീത സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ സായി പല്ലവി സാരി ഉടുത്തോണ്ട് നടക്കണമെന്നാണോ? ലൈക് ബീച്ചിൽ പോകുമ്പോഴും സാരി ഉടുത്തോണ്ട് നടക്കണമെന്നാണ് അവർ പറയുന്നത്. സായി പല്ലവിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, സായി പല്ലവി അല്ല, ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും അവരുടെ ക്രാഫ്റ്റിനെയോ അവരുടെ പേഴ്സണൽ ലൈഫിനെയും കൂടെ നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പരിധി വരെ അവരൊരു ക്രൈം ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, പുറത്ത് ഇത്രയും ക്രൈം ചെയ്യുന്ന ഒരാളാണ്, ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്, അയാൾ സിനിമയിൽ വന്നിട്ട് ഫേമസ് ആയി കഴിഞ്ഞാൽ അയാൾ സൊസൈറ്റിക്ക് ഒരു ബാഡ് എക്സാമ്പിൾ ആവും എന്ന് പറയുന്നത് ഇസ് ഫൈൻ.
ജസ്റ്റ് ബിക്കോസ് ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ നമ്മളായതുകൊണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് എങ്ങനെയാണ് നമുക്ക് കൈ കടത്താനുള്ള അവകാശം കിട്ടുന്നത്. ഇന്നിപ്പോ സ്ക്രോൾ ചെയ്തപ്പം കണ്ട കമന്റ്സ് കൂടുതലെന്ന് വെച്ചാൽ ന്യൂട്രൽ ആയിട്ട് നിന്നിരുന്ന ആൾക്കാരാണ്. ബട്ട് സായി പല്ലവി ഇത്രയും നാൾ ഒരു ഫേക്ക് ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ പോലെയല്ല, ഞാൻ ബാക്കിയുള്ള നടിമാരെ പോലെ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നില്ല, ലൈക്ക് ഐ എം വെരി ട്രഡീഷണൽ എന്നുള്ള രീതിയിൽ ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കുറച്ച് കമന്റ്സ് കണ്ടു. ബട്ട് ഞാൻ പറയുന്നത്, സപ്പോസ് ഒരു ആർട്ടിസ്റ്റ് ആ എക്സ്റ്റെന്റ് പോയി അവരെ തന്നെ ഫേക്ക് ആയിട്ട് കാണിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എന്ത് സാഹചര്യമായിരിക്കും അവരെ എത്തിച്ചത്? അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റെപ്പ് അവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം അത് പ്രൂവ് ചെയ്യല്ലേ ചെയ്തത്. സാനിയ അയ്യപ്പനെ പോലെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നില്ലല്ലോ. സാനിയ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നിങ്ങളെല്ലാവരും എന്തുവേണേലും പറഞ്ഞു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ അത്രയും ബോൾഡ് അല്ലാത്ത ക്യാരക്ടേഴ്സും ഉണ്ടല്ലോ. ആൾക്കാർ പലവിധം എന്ന് പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളും പലവിധം തന്നെയാണ്. അവരും ഹ്യൂമൻസ് തന്നെയാണ്. എൻഡ് ഓഫ് ദ ഡേ അവർ ഹ്യൂമൻസ് തന്നെയാണ്. ആർട്ടിസ്റ്റുകളാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരാണെങ്കിലും അവർ ഏറ്റവും റോ ആയിട്ട് റിയൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവര് പുഷ് ചെയ്യപ്പെടുകയാണ്. ഒരു സൊസൈറ്റിക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ബാക്കിയുള്ളവരുമായിട്ട് ചേർന്ന് പോകാൻ വേണ്ടി. ഓക്കെ, ഞാനൊരു ഓട് വൺ ഔട്ട് വൺ ആണ്, ഇങ്ങനെ നിന്നാലേ എനിക്ക് ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആൾക്കാരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഒരു ഫേക്ക് മുഖംമൂടി എടുത്തിടാനായിട്ട് അവർ ഫോഴ്സ് ചെയ്യപ്പെടും. സോ ഇറ്റ്സ് ബെറ്റർ റോ ആയിട്ട് റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അംഗീകരിച്ച് തുടങ്ങുമ്പോൾ ആൾക്കാർ കൂടുതൽ കംഫർട്ടബിൾ ആകും. അവരാരാണോ എന്താണോ അതിൽ അവർ കൂടുതൽ കംഫർട്ടബിൾ ആകും.